Whether you study commerce, whether you become a doctor, engineer, whatever principal told, academics you leave it. Others are important. Whether you sleep in classroom, whether you do mischievous things to some extent, you can become successful in life. Whatever, humanities, commerce, this, that one, all. This is my personal experience as a teacher. ആദ്യത്തെ അധ്യാപക ജോലി കിട്ടിയത് ഹിമാലയ താഴ്വരയിലെ ഡാർജിലിംഗ് ജില്ലയിൽ ബാങ്ക്ഡുബി കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു. 1993 മഞ്ഞ് പെയ്യുന്ന ഡിസംബറിൽ ജോയിൻ ചെയ്തു. ആർമി, BSF, എയർഫോഴ്സ് മുതലായ പ്രതിരോധ സേനയിലെ ജീവനക്കാരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള KV ആയിരുന്നു അത്. നക്സലൈറ്റ് പ്രസ്ഥാനം ഉണ്ടായ നക്സൽ ബാരിയിലേക്ക് ഇവിടെ നിന്ന് അരമണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ മതി. അവിടെ നിന്ന് അല്പം കൂടി പോയാൽ പാനി ടാങ്കിയും മേച്ചിപ്പുഴയും കടന്നാൽ നേപ്പാളിലെ കാക്കിർബിട്ട. ഒരു ചെറിയ ഇന്ത്യയുടെ പരിച്ഛേദം എല്ലാ ക്ലാസ്സിലും കാണാം. ബംഗാളിയും നേപ്പാളിയും ബീഹാറിയും UP-കാരനും മലയാളിയും ആസാമിയും പഞ്ചാബിയും രാജസ്ഥാനിയും എല്ലാം ഓരോ ക്ലാസ്സിലും ഉണ്ടാകും. ആശയവിനിമയം പ്രധാനമായും ഹിന്ദിയിലായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യാപകരും കൂടിയാവുമ്പോൾ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായി മാറുന്നു KV ബാങ്ക്ഡുബി. ഹോളിയും ഛഠ് പൂജയും ദീപാവലിയും പൊങ്കലും ഓണവുമെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നു ഇവിടെ. 11ാം ക്ലാസ്സിലെ എൻ്റെ ജീവശാസ്ത്ര ക്ലാസ് ഫൈലം ആർത്രോപോഡയുടെ സ്വഭാവങ്ങൾ വിശദീകരിക്കുകയാണ്. കുപ്പിയിൽ സൂക്ഷിച്ച കൊഞ്ചിനെയും പട്ടുതൽപ്പുഴുവിനെയും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സായിരുന്നു. രണ്ടാമത്തെ ബെഞ്ചിലിരുന്ന് ഉറക്കം തൂങ്ങുകയാണ് സരോജ് സിംഗ്. ഉറങ്ങി വീഴാൻ പോകുന്നത് കണ്ട് എനിക്ക് ദേഷ്യം വന്നു. പുറത്ത് പ്രകടിപ്പിക്കാതെ ഓൾ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ 3 തവണ ആവർത്തിച്ചു. അല്പസമയത്തിന് ശേഷം വീണ്ടും സരോജ് ഉറക്കം തുടങ്ങി. പഠനത്തിൽ ശരാശരിയിലും മുകളിലുള്ള കുട്ടിയായിരുന്നു സരോജ്. എനിക്ക് സങ്കടം തോന്നി. എൻ്റെ ക്ലാസ്സാണോ ഉറക്കത്തിന് കാരണം? ആർത്രോപോഡ ബോറടിപ്പിച്ചു. ക്ലാസ് റൂം അന്തരീക്ഷവും അധ്യാപന രീതിയും കുട്ടിയുടെ പ്രശ്നങ്ങളുമൊക്കെ ഉറക്കത്തിനും കാരണമാകാമല്ലോ. ബയോളജി ലാബിൽ നിന്നുകൊണ്ട് കാരണം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഏതായാലും ഉച്ചഭക്ഷണ സമയത്ത് കുട്ടിയെ ലാബിലേക്ക് വിളിച്ച് അന്വേഷിക്കാൻ ഉറച്ചു. അരമണിക്കൂർ മാത്രമാണ് ഉച്ചഭക്ഷണ സമയം. കാൻറ്റീനിൽ പോയി സമൂസയും ജിലേബിയും കൊണ്ട് വിശപ്പടക്കിയതിന് ശേഷം സരോജിനെ വിളിപ്പിച്ചു. കുട്ടിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും കണ്ടില്ല. വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഉറങ്ങാനുള്ള കാരണത്തിലേക്ക് കടന്നു. രാത്രി വളരെ വൈകി 3 മണിക്കാണ് തലേ ദിവസം ഉറങ്ങാൻ കിടന്നത്. രാത്രി മുഴുവൻ കണക്കിലെ ഹോംവർക്ക് 35 പ്രോബ്ലം സോൾവ് ചെയ്യുകയായിരുന്നു. കണക്ക് ടീച്ചറെ പേടിയായത് കാരണം എല്ലാം ചെയ്തിട്ട് മാത്രമേ ക്ലാസ്സിൽ ഇരിക്കാറുള്ളൂ. രാത്രി കൃത്യമായി ഉറങ്ങാത്തതാണ് പ്രശ്ന കാരണമെന്ന് കണ്ടെത്തിയപ്പോൾ എനിക്ക് സമാധാനമായി. 2 മാസത്തിന് ശേഷം ഹോംവർക്കിലോട് കുറക്കാനുള്ള നിർദ്ദേശം ഇൻസ്പെക്ഷൻ സമയത്തുണ്ടായി. കുട്ടികൾ രക്ഷപ്പെട്ടു. ഹിമാലയ താഴ്വരയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം സ്കൂൾ മാറ്റം കിട്ടി കേരളത്തിലെത്തി. 2002 എൻ്റെ പ്രിയപ്പെട്ട ആദ്യ സ്കൂൾ കാണാനായി മോഹമുദിച്ചു. വീണ്ടും 2009 സിലിഗുരിയിലെ പഴയ വിദ്യാലയ മുറ്റത്ത് എത്തി. പഴയ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ കാണാനെത്തി. മടങ്ങി വരുന്ന ദിവസം ബാഗ്ഡോറ എയർപോർട്ട് മോറിൽ ഷോപ്പിങ്ങിനിടയിൽ എനിക്കൊരു നമസ്കാരം കിട്ടി. പഴയ സരോജ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വലിയ ആളായി, സാരിയിലായിരുന്നു. പഴയ കഥകളൊക്കെ ഓർമ്മിച്ചു. ഇപ്പോൾ സരോജ് ഒരു സർക്കാർ കോളേജിലെ ലെക്ചററാണ്. നല്ല സന്തോഷത്തിലാണ് എൻ്റെ പഴയ വിദ്യാർത്ഥി. ഉയർന്ന പദവിയിലെത്തിയ എൻ്റെ കുട്ടിയെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ക്ലാസ്സിൽ ചിലപ്പോഴുള്ള ഉറക്കമൊന്നും ജീവിത വിജയത്തിന് തടസ്സമാവില്ലെന്നതിന് ഉദാഹരണമാണ് സരോജ്. After reading this, one fellow ranked me, "Sir, if you want to become a lecturer, you can sleep in the classroom." So wish you all the best. This kind of event happens here. There may be many simulations now.